ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് ചല്ലിക്കാരായ എലി, പല്ലി, പാറ്റയൊക്കെ ഓടിക്കാൻ പറ്റിയ കിടിലൊരു ഐഡിയ ആയിട്ടാണ്. അതുപോലെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനൂടെ എന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ആദ്യത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. ചെറിയ കഷ്ണം നാരങ്ങയുടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് ശകലം വെള്ളമോടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളമോടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിലോട്ടൊന്ന് അരിച്ച് ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് അതിലോട്ട് പിന്നെ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടൊരു കുപ്പി എടുത്തിട്ടുണ്ട്. ആ കുപ്പിയിലോട്ട് നമ്മുടെ ആ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ കുപ്പിയുടെ അടപ്പിന് ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പല്ലിയുടെ ശല്യമുള്ളിടത്ത് നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്ന, പല്ലി, പാറ്റ, എലി, അതുപോലെ ചിലന്തിയൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് നല്ലൊരു റിപ്പലൻ്റാണ്. പിന്നെ ആ സ്ഥലത്ത് ഇതിൻ്റെ ഒന്നും ശല്യമൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ നമുക്ക് ഇവയൊക്കെ ഓടിക്കാൻ പറ്റുന്നതാണ്. ഒട്ടും തന്നെ കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവയെ നാച്ചുറലായിട്ട് തന്നെ തുരുത്തി ഓടിക്കാം. പച്ചമുളകിലെ ക്യാപ്സിസിൻ ആണെങ്കിൽ ഈ ചെറു പ്രാണികൾക്കൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ചെറു പ്രാണികളെയും പല്ലി, പാറ്റ, അതുപോലെ ചിലന്തിയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയാണ്. നമുക്ക് അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെറു പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കട്ടൻ്റെ സൈഡിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പല്ലി ശല്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പല്ലിയൊക്കെ തുരുത്തി ഓടിക്കാൻ സഹായിക്കുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ടൊരു കവറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തുണികളൊക്കെ മേടിക്കുമ്പോഴേ ഓരോ സാധനമൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവർ കിട്ടാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കവർ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൊരു ഐഡിയ തന്നെയാണിത്. അപ്പോൾ എടുത്തിരിക്കുന്ന കവറ് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് മടക്കി ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ മടക്കുമ്പോൾ നമുക്ക് എത്ര മാത്രം മടക്കണോ അതനുസരിച്ച് നമുക്ക് മടക്കാവുന്നതാണ്. അപ്പം ഞാനൊന്ന് മടക്കി എടുത്തിട്ട്, അപ്പം മടക്കി എടുത്തപ്പം കുറച്ചുകൂടെ അതിനൊരു കുറച്ചുകൂടെ അത് മടക്കി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മടക്കി ഇത് എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ നീളത്തിൽ അത് മടക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നുകൂടെ ഒന്നുകൂടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് തന്നെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് 2 മടക്കി ഇങ്ങനെയാണ് നമ്മുടെ ആ കവർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്ത് സാധനം വെക്കണോ, അത് തുണികൾ വെക്കണമെങ്കിൽ തുണി വെക്കാം, അല്ലെങ്കിൽ വെജിറ്റബിളൊക്കെ സ്റ്റോർ ചെയ്യണം, പൊട്ടറ്റോ അതുപോലെ ഉള്ളിയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സ്റ്റോർ ചെയ്യാം. നമ്മുടെ മേക്കപ്പ് കിറ്റുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു ഇത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ് ബോർഡ് ലെന്ത് വൈസായിട്ട് വെച്ച് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കവർ മടക്കി വരുമ്പം അതിൻ്റെ വെളിയിൽ ഒരു പോക്കറ്റ് പോലൊരു സ്ഥലം ഉണ്ടാകുന്നുണ്ട്. ആ സ്ഥലത്തോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കാർഡ് ബോർഡ് ഇതുപോലെ കയറ്റി വെക്കാവുന്നതാണ്. അതുപോലെ 2 സൈഡിലും ആ കാർഡ് ബോർഡ് ഇതുപോലെ വെക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ആ വെട്ടി മാറ്റിയ ചെറിയൊരു പോർഷൻ കാർഡ് ബോർഡ് ഇതുകൂടെ കാണിക്കുന്ന പോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ 2 സൈഡിലായിട്ടും ആ ചെറിയ കാർഡ് ബോർഡും വെച്ച് കൊടുക്കുന്നുണ്ട്. കാർഡ് ബോർഡും 2 സൈഡിൽ വെച്ച് കൊടുത്തു. ബ്രെഡ് വൈസായിട്ടും ലെന്ത് വൈസായിട്ടും കാർഡ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ബോക്സ് കണക്കെയാണ് കിട്ടുന്നത്. ഇതേപോലെ ഇരിക്കും, നല്ലൊരു ബോക്സ് കണക്ക് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. തുണികൾ വെക്കണമെങ്കിൽ തുണി വെക്കാം. അതുപോലെ പച്ചക്കറികൾ, വെജിറ്റബിൾ, അതുപോലെ സവാള, ഉരുളക്കിഴങ്ങൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് കബോർഡിലൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിൽ അത് താഴെ വീഴുമെന്നോ, തുണികൾ മടക്കി വെച്ചിട്ട് താഴെ വീഴുമെന്നുള്ളതൊന്നും പേടിക്കേണ്ട. ഇതിനകത്ത് നല്ലതായിട്ട് ഒതുങ്ങിയിരിക്കും. നമുക്ക് എടുക്കാനും ഒക്കെ വെക്കാനും ഒക്കെ എളുപ്പമാണ്. അതുപോലെ ഇതുപോലെ ബുക്കുകളൊക്കെ ആണെങ്കിലും വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തുണികൾ, ബുക്ക്, അതുപോലെ വെജിറ്റബിളൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതിലോട്ട് എണ്ണക്കുപ്പികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എണ്ണക്കുപ്പികളാണ് വെച്ച് കാണിക്കുന്നത്. ഇങ്ങനെ എണ്ണക്കുപ്പികളൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ ഒഴിച്ചിട്ട് പുറത്തോട്ട് അത് എണ്ണയൊക്കെ ഇറങ്ങി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ആണെങ്കിൽ എണ്ണ വന്ന് കഴിക്കുക. അപ്പോൾ അവിടെ വെക്കുന്നിടത്തെല്ലാം ഈ എണ്ണമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുപോലൊരു ബോക്സിനകത്ത് വെക്കുവാണെങ്കിൽ അവിടെ അത് ഒതുങ്ങിയിരിക്കും, വെളിയോട്ടൊന്നും എണ്ണമയം ഒന്നും വരത്തില്ല. ഇതിൽ നമ്മളിങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ അപ്പോൾ എണ്ണമയം ഒന്നും വേറെ സ്ഥലത്തൊന്നും ആകത്തില്ല, ഇതിനകത്ത് തന്നെ ഇരുന്നോളൂ. അതുപോലെ നമുക്ക് ഇത് എണ്ണ കുപ്പികളൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊരു പേപ്പർ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ എണ്ണമയമൊക്കെ ആ പേപ്പറിൽ അബ്സോർവ് ചെയ്തോളും. അതുപോലെ നമുക്ക് ഇത് എവിടെ വേണേലും കിച്ചണിൽ എവിടെ വേണേലും നമുക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ലൊരു ഓർഗനൈസിങ് ഐഡിയ കൂടിയാണ് ഇത്. അതുപോലെ ഞാൻ വേറെ ഒന്ന് ഉണ്ടാക്കിയത് ആണ് കാണിക്കുന്നതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വെജിറ്റബിളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നല്ലതാണ്. ഉരുളക്കിഴങ്ങോ പിന്നെ അതുപോലെ ഉള്ളിയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കിച്ചണൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാവുന്ന നല്ല ഒരു ഓർഗനൈസർ കൂടിയാണിത്. ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചേക്കുന്നത് അത് അരിച്ചാക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അരിച്ചാക്കൊക്കെ ഇട്ടുവാണെങ്കിലും വെറുതെ കളയരുത്, ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അടുത്ത മൂന്നാമത്തെ ടിപ്പ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരിച്ചാക്കാണ്. ഇതുകൊണ്ട് ഒരു കിടിലൊരു ടിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ എടുത്തിരിക്കുന്ന ചാക്കാണ് നല്ലതായിട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന ആ ചാക്ക് ഇതിൻ്റെ ആ മുകൾ ഭാഗം ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത്രയും വലിപ്പം വേണ്ട, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയാം. അല്ലെങ്കിൽ അകത്തോട്ട് മടക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അകത്തോട്ട് മടക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ആ ചാക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഉള്ളിലോട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ മടക്കി കൊടുത്ത് അതിൻ്റെ ആ ലെന്ത് ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതൊന്ന് തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചൊക്കെ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മടക്കി വെച്ചിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് പോർഷൻ വെട്ടിക്കളയണം. അത് അത്രയും വലിപ്പത്തിൽ വെട്ടിക്കളയണ്ട. ഇപ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞത് കുറച്ച് ലെന്ത് കൂടിപ്പോയി, അത്രയും വേണ്ട. ഒരു സ്ക്വയർ രീതിയിൽ വരത്തക്ക രീതിയിൽ എടുത്ത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അത് കുറച്ച് നീളത്തിലങ്ങ് വെട്ടിപ്പോയി. ഇപ്പോൾ ഒരു പോർഷൻ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ നമുക്ക് വെട്ടി മാറ്റാവുന്നതാണ്. അപ്പോൾ ആ വെട്ടി മാറ്റിയ പോർഷൻ അതിൻ്റെ മുകളിലോട്ട് വെച്ച് നോക്കിയിട്ട് ആ അളവിലാണ് മറ്റേ സൈഡിലും ഇതുപോലെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് അതൊന്ന് വെട്ടി മാറ്റി എടുക്കാവുന്നതാണ്. നല്ലൊരു കിടിലൊരു ഐഡിയ ആണ്. ഇങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണേൽ ഒരു തുണി കൊണ്ടുള്ള കവറൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. തുണി കൊണ്ടുള്ള കവറൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവായിരിക്കും. അങ്ങനെ വെട്ടി മാറ്റിയിട്ട് പിന്നീടുള്ള ആ പോർഷനിൽ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു പേന എടുത്തിട്ടുണ്ട്. ആ പേന എടുത്തിട്ട് ഒരു ഓവൽ ഷേപ്പിൽ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോർഷൻ നമുക്ക് വെട്ടി മാറ്റേണ്ടതാണ്. അത് ഇപ്പം ഇവിടെ ടോപ്പിൽ കാണിച്ച അതേപോലെ അതിൻ്റെ ബാക്കിലുള്ള സൈഡിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഓവൽ ഷേപ്പിലൊന്ന് വരച്ച് കൊടുത്തിട്ട് പിന്നീട് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് മടക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ മടക്കി എടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള പോർഷനും ഇതേപോലെ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ മടക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന ഭാഗം രണ്ട് പാർട്ടൂടെ ഒരുമിച്ച് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരേ വലുപ്പത്തിൽ നമുക്ക് അത് ഒരേപോലെ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഒരേ ഷേപ്പിൽ അത് കിട്ടുകയും ചെയ്യും. ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തയ്ച്ചൊക്കെ എടുക്കാവുന്നതാണ്. അങ്ങനെ വെട്ടി മാറ്റിയപ്പോൾ ഈ രീതിയിലാണ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ളിൽ വെട്ടി മാറ്റി നമ്മൾ ഓവർ ഷേപ്പിൽ ഇട്ടല്ലോ അവിടെയൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സ്റ്റാപ്ലർ പിൻ എടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് അടുക്കിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സൂചി നൂല് ഉപയോഗിച്ചാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും ഇത് തയ്ച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ തയ്ച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ കുറച്ച് പോർഷൻ നമ്മൾ തയ്ക്കാതെ ഓപ്പണിംഗ് ആയിട്ട് വീഴണം. ഇവിടെ കാണിക്കുന്ന ഒരു പോർഷനില്ലേ, ഞാനിപ്പോൾ ഒരു തവിയാണ് എടുത്തിരിക്കുന്നത്. തവിയുടെ പിടിയൊന്ന് അതിലോട്ട് ഇട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളിവിടെ എന്താ ഉണ്ടാക്കി എടുത്തിരിക്കുന്നതെന്ന്.
ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് എന്ത് വേണേലും ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ സാധനമൊക്കെ കടയിലൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ടാണെങ്കിലും ഇതുപോലെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പിടിയുടെ ആ ഭാഗത്ത് ഞാൻ ആ 2 തവി ഉണ്ടായിരുന്നു. അപ്പോൾ ആ തടിയുടെ ആ പിടി ഒന്ന് ഇട്ട് കാണിക്കുന്നുണ്ട്. അതെങ്ങനെ വരുന്നതെന്ന് അറിയാനായിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് അല്ലാതെ വടിയായിട്ടുള്ള ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ തവി എടുത്ത് അതിലൊന്നിട്ട് കാണിക്കുന്നത്. തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഒരു തുണിയുടെ കവറൂടെ ഇട്ട് കൊടുത്ത് തുണിയുടെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്താൽ നല്ലൊരു ബാഗായിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്. സാധനമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബാഗ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. അടുത്ത 4ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പച്ചമുളകിൻ്റെ തണ്ട്, പച്ചമുളകൂടെ അതുപോലെ വെളുത്തുള്ളിയുടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് കണക്കെ അരച്ചിട്ട് നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ മൈദയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നീട് അതിലോട്ട് ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. അപ്പോൾ നെയ്യോട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് വളരെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നീട് നമുക്ക് കൈകൊണ്ടൊന്ന് എല്ലാം കൂടെ ഒരു ബോളാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ബോളാക്കി എടുത്തിട്ട് ചെറിയ ബോളാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ ചെറിയ ബോളാക്കി എടുത്തിട്ട് നമുക്ക് ഇതാണെങ്കിൽ കട്ടൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവെക്കാം. ജനലയിൽ അവിടെ പല്ലിയുടെ ശല്യം ഭയങ്കര ശല്യം. നമ്മൾ എത്ര തൂത്തുവാരി ഇട്ടാലും പല്ലിയുടെ ശല്യം ഭയങ്കര ആയിരിക്കും. അവിടെ ഈ പല്ലികൾക്കൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഇതൊന്ന് കൊണ്ടുവെക്കുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിലെ കാപ്സിസിനാണെങ്കിൽ ഈ പല്ലികൾക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് പിന്നീട് ആ സ്ഥലത്തോട്ട് പല്ലികളൊന്നും വരത്തില്ല. ഇങ്ങനെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇപ്പം ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. ചിലരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുണ്ട്, അതുപോലെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് നമുക്ക് എലികൾ വന്നു പോകുന്ന സ്ഥലങ്ങളിലായിട്ട് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തായിട്ട്, അതുപോലെ സ്റ്റെയർ കേസിൽ വെളിയിൽ വിറകൊക്കെ നമ്മൾ എടുത്തു വെക്കുമല്ലോ, അവിടെ കൊണ്ടുവെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഗാർഡനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ എലിയുടെ ചില സ്ഥലങ്ങളിലായിട്ട് എലിയുടെ ശല്യം രൂക്ഷമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ പച്ചക്കറി തോട്ടത്തിൽ അതുപോലെ എലി ശല്യം ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. ആ സ്ഥലങ്ങളിൽ എലിയുടെ കാഷ്ടവും മൂത്രവും ഒക്കെ വീണ് കിടക്കുന്നതായിട്ട് കാണാം. അങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ഇത് വന്ന് കഴിച്ചിട്ട് പരവേശം എടുത്ത് ആ സ്ഥലത്ത് തന്നെ ഓടിപ്പോകും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോ അതുപോലെ കൊച്ചുകുട്ടികളൊക്കെ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത 5ാമത്തെ ടിപ്പ്, ഇതുപോലെ പച്ചമുളകൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈക്ക് പച്ചമുളകിൻ്റെ ആ എരിവ് നീറ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ നമ്മളത് പച്ചമുളകൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ വിനാഗിരി ശകലം കയ്യിലോട്ട് ഒഴിച്ചിട്ടോ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ പച്ചമുളകിൻ്റെ നീറ്റിലൊന്നും ഉണ്ടാവത്തില്ല. ഇത് നല്ലൊരു കിടിലൊരു ഐഡിയ ആണ്. ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓപ്ഷൻ തന്നെ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.